അച്ഛാ, അതിനു മുമ്പായിട്ട് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിനെ കുറിച്ച് 1-2 റെസ്പോൺസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അച്ഛനോട് അതൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്നാമത്തേത്, അച്ഛൻ്റെ ബാല്യകാലം എനിക്ക് എൻ്റെ സ്വന്തം ജീവിതവുമായി ബന്ധപ്പെടുത്താൻ കഴിഞ്ഞു. ആ കാലങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോയി ഒരാളുടെ അഭിപ്രായമാണ്. വളരെ സന്തോഷം. മാർത്തോമ സഭയിൽ ജനിച്ചിരുന്നെങ്കിൽ എൻ്റെ വിശ്വാസം കുറച്ചുകൂടി മെച്ചപ്പെട്ടേനെ എന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ സഭയിലെ ഒരു മുതിർന്ന അച്ഛൻ്റെ ഒരു പ്രതികരണം, റിജൻ അച്ഛൻ ഈസ് എ ജെന്യുവൻ പേഴ്സൺ. അത് വലിയൊരു അംഗീകാരമായി കോംപ്ലിമെന്റ് ആണ്. അങ്ങനെ പലരും പ്രോഗ്രാം ഒരു നല്ല സംരംഭമാണ് എന്നുള്ള രീതിയിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അച്ഛൻ ശുശ്രൂഷ ചെയ്ത ഇടവകൾ, തിയോളജിയുടെ ഒരു തിയറിയൊക്കെ കഴിഞ്ഞ് പ്രാക്ടിക്കൽ തിയോളജി, അതിലേക്ക് നമ്മൾ കിടക്കുവാണ്. സാധാരണ പറയാറുണ്ട്, സ്കൂളിലും കോളേജിലും ഒക്കെ നമ്മൾ പഠിക്കുന്നതല്ല, നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ചെയ്യുന്നതെന്ന് പറയാം. ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാ സെമിനാരിലെ പഠനം എന്തുമാത്രം നമ്മുടെ ഇടവകയുടെ പ്രവർത്തനങ്ങളെ സഹായിച്ചു? തീർച്ചയായിട്ടും. അതായത് ഈ സെമിനാരിയിൽ പഠിക്കുന്ന പാഠങ്ങൾ, അതിൻ്റെ ഒരു പ്രായോഗിക തലം നമ്മൾ വരുന്നത് നമ്മുടെ മിനിസ്ട്രിയുടെ ഇടങ്ങളാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ശുശ്രൂഷ വടാട്ടുപാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. വടാട്ടുപാറ എന്ന് പറയുന്നത് എനിക്ക് വളരെ ഓർമ്മകൾ തരുന്ന ഒരു പ്രദേശമാണ്. കാരണം ഞാൻ എറണാകുളം ശാലയം ഇടവക അംഗമാണ്. അച്ഛൻ അറിയായിരിക്കുമല്ലോ, അത് പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്തത് ശാലയം ഇടവകയുടെ ഇടവ മിഷനാണ് സ്റ്റാർട്ട് ചെയ്തത്. പ്രത്യേകിച്ചും ഞാൻ അതിന്റെ സാറിനെയൊക്കെ പ്രത്യേകം ഓർമ്മ. ഇനി പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞല്ലോ, അത് ഈ ബിബ്ലിക്കലായിട്ട് നമ്മൾ സെമിനാരിൽ പഠിക്കുമ്പോൾ യേശുവിന്റെ ശുശ്രൂഷ എപ്പോഴും ഈ പാവപ്പെട്ടവരോട് ചേർന്നാണ്. തീരത്ത് അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള നമ്മളിങ്ങനെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അങ്ങോട്ട് തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ഇടയിലായിരുന്നു യേശുവിന്റെ ശുശ്രൂഷയും സാന്നിധ്യവും ഒക്കെ. അപ്പോൾ അത് കുറച്ചുകൂടെ എങ്ങനെയാണ് ഒരു ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോൾ, നമ്മളവിടെ ചില ഇടവഴികളിലൂടെ നടന്നാണ് പോകുന്നത്. എനിക്ക് കൊച്ചു ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോലും ചിലപ്പോഴൊക്കെ നടന്നൊക്കെ പോകുന്ന ഒരു സാഹചര്യം. ആ സമയത്ത് പോകുമ്പോൾ ആളുകളോടൊക്കെ ഒന്ന് സംവദിച്ച് ഒക്കെ പോകാനും ഒക്കെ ഉള്ളൊരു അവസരം. യേശുവും അങ്ങനെയായിരുന്നു. മെല്ലെ നടക്കുന്ന ഒരാളെന്നാണ് നമുക്ക് യേശുവിനെ കുറിച്ച് പറയാൻ പറ്റുന്നത്. യേശുവിന്റെ വേഗത വളരെ കുറവായിരുന്നു, വേഗത കുറവായിരുന്നു. സെമിനാരിലെ അധ്യാപനം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു സെമിനാരി അധ്യാപകനായിട്ടൊക്കെ പോകാൻ സാധിക്കും. അത് ഓൾഡ് ടെസ്റ്റ്മെന്റ് തന്നെ, അതെ, പഴയ നിയമത്തിലായിരുന്നു.